നമസ്കാരം. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരടി കിട്ടുന്ന ഒരു സർക്കാരിനെയേ കേരളം കണ്ടിട്ടുള്ളൂ, പിണറായി വിജയൻ സർക്കാരിനെ. ഇന്നത്തെ അടി സുപ്രീം കോടതിയിൽ നിന്നാണ്. സർക്കാർ വന്ന ശേഷമുള്ള ആദ്യത്തെ നടപടിയാണ് കോടതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞത്. അതുകൊണ്ട് പിണറായിക്ക് കിട്ടിയ നടയടിയാണ് സുപ്രീം കോടതിയുടേത് എന്നും പറയാം. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാരിനെ അങ്ങനെ സുപ്രീം കോടതി ഇന്ന് ശരിയാക്കി. മൂന്നാറിലെ ഉശിരുള്ള പെൺപട മണിയാശാനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനമുടനുണ്ടാകും. ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നവരും കുറവല്ല. സെൻകുമാർ ഇന്ന് സുഖമായി ഉറങ്ങും. 11 മാസത്തെ മാനസിക പീഡനത്തിനാണ് നീതിപീഠം അറുതി വരുത്തിയത്. പോലീസ് ആസ്ഥാനത്ത് പോയിരുന്നോളൂ എന്നാണ് സെൻകുമാറിനോട് സുപ്രീം കോടതി പറഞ്ഞത്. മുഖ്യമന്ത്രി ഇനി കണ്ടുപോകരുത് എന്ന് മുഖമടച്ചു പറഞ്ഞ അതേയിടത്ത് തന്നെ. മഹിജയുടെ സമരം കോമഡി ക്ലബ്ബാക്കിയ അതേ കെട്ടിടത്തിലെ കസേരയിൽ തന്നെ. സെൻകുമാർ പക്ഷേ സർക്കാർ പറയട്ടെ എന്ന സംയമനത്തിലാണ്. എന്നുവെച്ചാൽ പിണറായി തന്നെ പറയട്ടെ എന്ന്. പുറകെ നടന്ന് പ്രഹരിച്ചയാൾ തന്നെ പൂച്ചെണ്ട് തന്നാൽ പ്രത്യേക സുഖമല്ലേ? പകയും പ്രതികാരവാഞ്ചയും കണ്ണൂരുകാരുടെ മാത്രം കുത്തകയല്ലല്ലോ. പാർട്ടി വേദികളിൽ VS-നോട് മുഖം തിരിഞ്ഞ് പരുക്കൻ മുഖവുമായി പിണറായി ഇരിക്കുന്നത് പതിവുള്ള കാഴ്ചയായിരുന്നു. സർക്കാരിലാകുമ്പോൾ ആ സൌകര്യമില്ല. മുഖത്തു നോക്കി തന്നെ സർക്കാരിനെ നയിക്കണം. അപ്പോൾ എന്തു മുഖം വെച്ച് സെൻകുമാറിനെ നോക്കുമെന്നാണ് പിണറായി വിജയൻ ഇനി തലപുകയ്ക്കേണ്ടത്. അതൊരു സ്വകാര്യ ബാധ്യതയായി അനുഭവിച്ചാൽ മതി. കാരണം തലപ്പൊക്കമാകാം, തലക്കനം അരുത്. സെൻകുമാറിനോട് തായം കളിക്കാനാകരുത് സർക്കാരിന്റെ സമയം. അതുകൊണ്ട് കോടതി കയറി വീണ്ടും വിഷയം വഷളാക്കരുത്. ജൂൺ 30 വരെ സെൻകുമാർ സർവീസിലുള്ളൂ. അത്രയും കാലം അങ്ങ് സഹിച്ചു കൊടുത്തേക്ക്. കാരണം സെൻകുമാർ സംരക്ഷിച്ചത് സ്വന്തം കുപ്പായമല്ല. നിയമവാഴ്ചയോടോ നടുവ് വളയ്ക്കലിനോടോ കൂറ് കാട്ടേണ്ടത് എന്ന കാതലായ ചോദ്യമാണ് സെൻകുമാർ ഉയർത്തുന്നത്. ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ആ ഉത്തരത്തെ പരിമിതപ്പെടുത്തരുത്. ഉണ്ടിരിക്കെ തോന്നുന്ന ഉൾവിളികളല്ല കാക്കിയിടുന്നവരുടെ കാലനാകേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിയല്ല, മുഴുവൻ മുഖ്യമന്ത്രിമാരും. നളിനി നെറ്റോയും നെറ്റി ചുളിക്കണം. എന്തിനായിരുന്നു സെൻകുമാറിനെതിരായ കുരിശുയുദ്ധം? എന്തിനായിരുന്നു കോടതിയെപ്പോലും കബളിപ്പിച്ച കള്ളപ്രമാണങ്ങളുടെ കടലാസ് കെട്ടുകൾ? ഒരു വിധിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരുപാട് ചോദ്യങ്ങളെന്ന് ഒളിവിലിരുന്ന് വിരുത് കാട്ടിയ ഉദ്യോഗസ്ഥയും ഓർമ്മിക്കണം. ഓർക്കുന്നത് നന്ന്. സെൻകുമാറിനെതിരായ സർവീസ് യുദ്ധം പിണറായി സർക്കാരിന്റെ പ്രതികാരദാഹം മാത്രമോ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. സെൻകുമാർ വിധി പിണറായി സർക്കാരിന്റെ പ്രതികാര ബുദ്ധിക്കേറ്റ കൊടും പ്രഹരമോ? 2. പോലീസ് മേധാവി സ്ഥാനത്ത് പുനർനിയമിക്കല്ലാതെ പിണറായിയുടെ മുന്നിൽ പോംവഴികളുണ്ടോ? 3. കോടതിയിൽ തന്നെ കയറിയിറങ്ങി കാലതാമസം വരുത്തുന്നത് നീതി നിഷേധിക്കാനോ? 4. കണ്ണിന് കണ്ടുകൂടാത്ത സെൻകുമാറുമായി മുഖ്യമന്ത്രിക്ക് ഒത്തുപോകാനാകുമോ? 5. സഭയ്ക്കകത്തും പുറത്തും കഴിവുകെട്ടകനാക്കിയ സെൻകുമാറിന് മുഖ്യമന്ത്രിയെ മുട്ടുകുത്തിക്കാനായില്ലേ? 6. സെൻകുമാർ വിധി സ്വേച്ഛയാ പ്രവർത്തിക്കുന്ന സർക്കാരുകൾക്കുള്ള സുപ്രീം കോടതിയുടെ താക്കീതോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം.